PSC പരീക്ഷകളിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രാദേശികവാദങ്ങൾ. ഇന്ത്യയിൽ വീശുന്ന പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങൾ നോക്കാം. ലൂ ഒരു വരണ്ട കാറ്റാണ്. ഉത്തര മഹാസമുദ്രത്തിൽ വീശുന്ന വരണ്ട കാറ്റ്, സിന്ധു ഗംഗാ സമതലത്തിൽ വീശുന്ന വരണ്ട കാറ്റ്, ഗംഗാ സമതലത്തിൽ വീശുന്ന കാറ്റ്, ഉത്തരേന്ത്യയിൽ വീശുന്ന കാറ്റ് എന്നിങ്ങനെയൊക്കെ ചോദിച്ചാൽ അത് ലൂ ആണ്. ലൂ ഒരു വരണ്ട കാറ്റാണ്. നോർവെസ്റ്റർ വേനൽമഴയാണ്. പഞ്ചാബിൽ പെയ്യുന്ന വേനൽമഴയാണ് നോർവെസ്റ്റർ. പഞ്ചാബിനെ ഓർക്കാൻ, പഞ്ചാബ് ഒരു നോർത്ത് വെസ്റ്റ് റീജിയനിലാണ് പഞ്ചാബിൻ്റെ സ്ഥാനം. അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തിട്ട് പഞ്ചാബിൽ പെയ്യുന്ന വേനൽമഴയാണ് നോർവെസ്റ്റർ എന്ന് ഓർക്കാം. വേനൽമഴയാണ് നോർവെസ്റ്റർ. മാംഗോ ഷവർ കേരളത്തിലും കർണാടകയിലും ലഭിക്കുന്ന വേനൽമഴയാണ് മാംഗോ ഷവർ. മാംഗോ അതിൽ തന്നെയുണ്ട്. മാങ്ങ പഴുക്കുവാനും പൊഴിയുവാനും കാരണമാകുന്ന മഴയാണ് മാംഗോ ഷവർ. ആ പേരിൽ തന്നെയുണ്ട് മാംഗോ ഷവർ. മാങ്ങ പഴുക്കാനും പൊഴിയാനും കാരണമാകുന്ന വേനൽമഴയാണ്. കേരളത്തിലും കർണാടകയിലുമാണ് ഈ മഴ ലഭിക്കുന്നത്. ചെറി ബ്ലോസം കർണാടകയിൽ ലഭിക്കുന്ന വേനൽമഴയാണ് ചെറി ബ്ലോസം. കാപ്പി കൃഷിക്കും മുന്തിരി കൃഷിക്കും അനുയോജ്യമായ വേനൽമഴയാണ് ചെറി ബ്ലോസം. കാൽബൈശാഖി ബംഗാൾ, ആസാം എന്നിവിടങ്ങളിൽ പെയ്യുന്ന വേനൽമഴയാണ് കാൽബൈശാഖി. അടുത്തത് പശ്ചിമ അസ്വസ്ഥത. ഉത്തര മഹാസമുദ്രത്തിൽ പെയ്യുന്ന ശൈത്യമഴയാണ് പശ്ചിമ അസ്വസ്ഥത. മറ്റുള്ളവയൊക്കെ വേനൽമഴയായിരുന്നു, ഇത് ശൈത്യമഴയാണ്. ഉത്തര മഹാസമുദ്രത്തിൽ പെയ്യുന്ന ശൈത്യമഴ. ശൈത്യമാവുമ്പോൾ തന്നെ അവിടെ ഓൾറെഡി തണുപ്പുണ്ട്. അപ്പോൾ ഈ ശൈത്യമഴയും കൂടെ ലഭിക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകും. അപ്പോൾ അത് പശ്ചിമ അസ്വസ്ഥത എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. റാബി വിളകൾക്ക് അനുയോജ്യമായ മഴയാണ് ഈ പശ്ചിമ അസ്വസ്ഥത. റാബി വിളകൾ അറിയാലോ, പയർ, പുകയില, ഗോതമ്പ്, ബാർലി, കടുക്. അത് ഓർക്കാനായിട്ട്, റാബി വിളകൾ ഓർക്കാനായിട്ടുള്ളൊരു കോഡാണ് പയർ ഗോ ബാക്ക്. പയർ, പുകയില, ഗോതമ്പ് ഗോ ബാക്ക്, പിന്നെ ബാർലി, കടുക്, അങ്ങനെ. ഇനി ലോകത്ത് മറ്റിടങ്ങളിൽ ലഭിക്കുന്ന പ്രാദേശികവാദങ്ങൾ നോക്കാം. ചിനൂക്ക് വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്, ചൂടുകാറ്റ് ആണ് ചിനൂക്ക്. ഈ കാറ്റ് മൂലം, ചൂട് കാറ്റായത് മൂലം ഈ റോക്കി പർവ്വതനിരയുടെ മഞ്ഞ് ഉരുകിപ്പോകുന്നു. അതിനാൽ ഈ കാറ്റിനെ മഞ്ഞുതീനി എന്നും അറിയപ്പെടുന്നു. മഞ്ഞുതീനി എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ്. ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലത്തിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാറ്റും ചൂടുകാറ്റ്, ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. അടുത്തത് ഹർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ. സഹാറ മരുഭൂമി, സഹാറ, ഹർമാറ്റൻ കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഹർമാറ്റന്റെ ഫ്രണ്ടിൽ ഒരു സാ ഇട്ടാൽ സഹർമാറ്റൻ, അതായത് സഹാറയിൽ വീശുന്ന കാറ്റ് ഹർമാറ്റൻ. ഡോക്ടർ എന്നറിയപ്പെടുന്നതും ഹർമാറ്റനാണ്. ഡോക്ടർ. ഫോൻ ആൽപ്സ് കടന്ന് വടക്കൻ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് ഫോൻ. ആൽപ്സ് കടന്ന് വടക്കൻ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റ്. ഫോൻ എന്നോർക്കാൻ അൽഫോൺസ് കണ്ണന്താനം, അൽഫോൺസ് പുത്രൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അൽഫോൺസ് എന്ന് പറയുമ്പം ആൽപ്സ്, ഫോൺ അങ്ങനെ കണക്ട് ചെയ്ത് അൽഫോൺസ് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഫോൻ എന്നുള്ളത് ആൽപ്സ് പർവ്വതത്തിൽ വടക്കൻ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റെന്ന് ഓർക്കാം. മിസ്ട്രൽ ആൽപ്സിൽ നിന്ന് റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന കാറ്റാണ് മിസ്ട്രൽ. ആൽപ്സിൽ നിന്ന് റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന കാറ്റുകൾ മിസ്ട്രൽ. ലവൻഡെ സ്പെയിനിൽ വീശുന്ന വരണ്ട കാറ്റാണ് ലവൻഡെ. സ്പെയിനിൽ വീശുന്ന വരണ്ട കാറ്റ്. സ്പെയിൻ എന്നൊക്കെ ഓർക്കുമ്പോൾ ലാവൻഡർ എന്നുള്ള ചെടി ഒക്കെ ഓർക്കുമ്പോൾ സ്പെയിനാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. അപ്പോൾ ലവൻഡെ, സ്പെയിനിൽ വീശുന്ന കാറ്റാണ് ലവൻഡെ. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.